നസീർ സാറിന് നാട്ടിൽ ഒരു സ്വീകരണം കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ വകുപ്പ്? അതിൻ്റെ വകുപ്പ് സാറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് പുന്നപ്ര സെൻറ്റ് ജോസഫ് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ കാണുമ്പോഴൊക്കെ പറയും, സാർ പുന്നപ്ര ഒന്ന് വന്ന് ഒരു സ്വീകരണം ഏറ്റുവാങ്ങണം. ഭയങ്കര തിരക്കും അഭിനയിച്ച് നടക്കുന്ന സാറിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു. എനിക്കൊരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു. മാതൃഭൂമി സ്റ്റഡീസ് സെക്രട്ടറിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ സംഘാടകനായിട്ട് നിന്നത് ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഘടിപ്പിച്ച് വന്നപ്പോഴാണ് ബുദ്ധിമുട്ടായിരുന്നത്. കാരണം എന്തെല്ലാം പ്രയാസം നടത്തിയാലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ നടത്തി. അവസാനം ചെറുതായിട്ടൊക്കെ സംഭാവനയൊക്കെ സ്വീകരിച്ചെങ്കിലും ആരും ഒന്നും കാര്യമായിട്ടും തന്നില്ല. അതൊരു റേഷൻ കാർഡ് നടത്തിക്കൊണ്ടിരുന്ന ഞാൻ 3000 രൂപ കൂടെ തികച്ചാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. പക്ഷെ അത് ആ 3000 കയ്യിൽ നിന്ന് പോയി. പോകട്ടെ, പക്ഷെ ഒരു കാര്യം അത്രയും വലിയ ഒരാളിനെ കൊണ്ടുവരാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഷാ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് നടക്കുകയാണ് കൊല്ലത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച പറ്റുകയാണെങ്കിൽ നാളെ എനിക്ക് വരാൻ സൗകര്യപ്പെടുമെന്നൊരു ഡേറ്റ് നേരത്തെ പറഞ്ഞു. അപ്പം ഞാൻ അതിന് മുമ്പേ ചെന്ന് അവിടെ താമസിച്ചൊരു ബെൻസ് കാറൊക്കെ അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഒരു നല്ല വണ്ടി കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടാണ് അറിയുന്നത്, ഈ സ്വീകരണത്തിൻ്റെ സമയത്ത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ചേരാൻ പോകുന്ന ഒരു സംവിധാനം പറഞ്ഞിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എതിരായി. പുന്നപ്രയാണെങ്കിൽ വിപ്ലവത്തിൻ്റെ നാള്. അപ്പോൾ അങ്ങനെ എതിരായപ്പോഴത്തേക്ക് അവരെന്ത് തീരുമാനിച്ചു, കരിങ്കൊടി കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഗൗരവം മുഴുവൻ പോയി. എനിക്കാണെങ്കിൽ പ്രയാസം കൊണ്ട് കൂടി, കാരണം ഞാൻ കൊണ്ടുവരുന്ന സമയം ഇത്രയും കാര്യമായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും കരിങ്കൊടി കാണിച്ചു പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ചെറുതായിട്ടൊക്കെ ഒരാള് താമസം തളിക്കാത്തുള്ളതുകൊണ്ട് വേണമെങ്കിൽ സ്വീകരണം കോർഡിനേറ്റ് ചെയ്ത ആദ്യത്തെ രക്തസാക്ഷി ഞാനായി തീരാം. ഞാൻ അവസാനം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, വിജിലൻസ് DYSP വർഗീസ് മാത്യു സാർ. ഞാനൊരു ദിവസം ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സ്വീകരണം സംഘടിപ്പിക്കുന്നുണ്ട്, ആര് നസീർ സാർ വരുന്നോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം അവർക്കൊന്നും പ്രതീക്ഷയില്ല പുന്നപ്ര സ്ഥലത്ത് അദ്ദേഹം വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. ഈ പറഞ്ഞൊരു കുഴപ്പം പറ്റി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിങ്ങനെ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ. ഞാൻ ശരിയല്ലെന്ന് തന്നെയല്ല, പത്മശ്രീ കിട്ടിയ ആളാണ് നസീർ സാർ. അങ്ങനെ പറയാൻ കൂടെ തോന്നി എനിക്ക്. അപ്പം പത്മശ്രീ കിട്ടിയ നസീർ സാറിനെ കുരങ്ങ് കാണിച്ചാൽ രാഷ്ട്രത്തെ അവമാനിക്കുന്ന തുല്യമാണെന്ന് കൂടെ പറഞ്ഞു. അത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു 2 വണ്ടി മദ്രാസ് പോലീസിന് ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര പോലീസിന് ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലം കഴിഞ്ഞ് അടുത്ത ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ അവിടെ വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് പറയേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇത് വിപ്ലവത്തിൻ്റെ നാടാണ് സാർ. അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെ ഓർമ്മിക്കുകയാണ് എന്നങ്ങ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, സാറിന് സന്തോഷമായി. ഇവിടെ വന്നിറങ്ങി ഒരുപാട് നാളായിട്ട് പുന്നപ്ര അപ്പച്ചൻ പറയുന്നതാണ്, ഇവിടെ പുന്നപ്ര വരണം, എനിക്ക് ഭാഗ്യമുണ്ടായി, ഈശ്വരാനുഗ്രഹമാണെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചത് പറഞ്ഞു. ഞാൻ ആദ്യം ഓർക്കുന്നത് ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെയാണ്. കയ്യടിയുടെ ബഹളം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല. കരിങ്കൊടി ഒന്നും കാണിച്ചില്ല, സന്തോഷമായിട്ട് കയ്യടിയുടെ പൂരൊക്കെ കരിങ്കൊടി കാണിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നസീർ സാറിനൊന്നും ഒരു ആള് ഒരിക്കലും ചെയ്യില്ല. പറഞ്ഞിട്ടുണ്ടാവും അപ്പച്ചൻ ചേട്ടനോടെന്നുള്ളതിനപ്പുറം അല്ല. പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കണ്ടതാണ് അന്നത്തെ ദിവസം തന്നെ ഇവര് ഇതും കൊണ്ടൊക്കെ വരുന്നത്. നമ്മളോ മറ്റോ ആന്നോ കരിങ്കൊടി കാണിച്ചത്? അപ്പം അതിനൊക്കെ വലിയ പാരയായി പോയത്.